ന്യൂസ് ഗണിത ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 12th ഒരു ചാപ്റ്റർ നോക്കാം. ചാപ്റ്ററിന്റെ പേര് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. നമ്മൾ 12th റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞു. അവിടെ നമ്മൾ ഇൻവേഴ്സ് ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സിനെ കുറിച്ചും പഠിച്ചു. ഇൻവേഴ്സ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. ഇൻവേഴ്സിന് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ മസ്റ്റ് ബി ബോത്ത് 1 1 ആൻഡ് on 2, isn't it? എന്നാലേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. ദാറ്റ് മീൻസ് ദാറ്റ് ഫംഗ്ഷൻ മസ്റ്റ് ബി എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ, ദാറ്റ് ഇസ് 1 1 ആൻഡ് on 2 ആണെങ്കിലാണ് നമ്മൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക. ഫംഗ്ഷൻ ഇസ് ഇൻവേർട്ടിബിൾ എന്ന കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നെക്സ്റ്റ് ഇസ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. അപ്പോൾ അതിനു മുമ്പേ എന്താണ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് അറിയാം. നിങ്ങൾ 10th 11th ഒക്കെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇസ്ന്റ് ഇറ്റ്? ട്രിഗ്നോമെട്രി എല്ലാവർക്കും ഒരു എന്താ പറയുക പേടിയുള്ള ഒരു ടോപ്പിക്കാണ് ദാറ്റ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. എന്തുകൊണ്ട് പേടി? ഇഷ്ടം പോലെ ഫോർമുലാസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് ബൈഹാർട്ട് ആക്കാണ്ട് നമുക്ക് അതിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. അധിക പേർക്ക് ഇഷ്ടമല്ലാത്തൊരു കൺസെപ്റ്റാണ് ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. നോക്കാം ഇത് എങ്ങനെയെങ്കിലും നമുക്ക് എങ്ങനെ എളുപ്പമാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ എൻ്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഫോർമുലാസ് ബൈഹാർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈസി ആവുകയുള്ളൂ. സോ ട്രിഗ്നോമെട്രി ആ വേർഡ് തന്നെ ട്രൈഗൺ ആൻഡ് മെട്രി ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ്. ട്രൈഗൺ മീൻസ് 3 sided, that means 3 sided means triangle. Metron means measurement. അപ്പോൾ മെഷർമെന്റ് ഓഫ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആണ് ആ ട്രിഗ്നോമെട്രി വേർഡ് മീനിങ് ഇറ്റ്സെൽഫ്. മെഷറിംഗ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ജോമെട്രിക്കൽ ഫീൽഡിലാണ്. അവിടെയാണ് നമ്മൾ ഈ സൈഡ്സ് ഓരോ പ്ലോട്ടിൻ്റെയും അത് പണ്ട് മുതലേ യൂസ് ചെയ്ത കാര്യം. അവിടെ ആരും ട്രിഗ്നോമെട്രി എന്ന വേർഡൊന്നും നമ്മൾ പ്ലോട്ടെല്ലാം സൈഡ് തിരിച്ച് വെക്കാനും അതിനവിടെ കറക്റ്റ് ആക്കാനും ഇതൊക്കെ നമ്മൾ അവിടെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നാവിഗേഷൻ പർപ്പസ് ഇസ്ന്റ് ഇറ്റ്? അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. പിന്നെ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള കൺസെപ്റ്റ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ദിസ് ട്രിഗ്നോമെട്രി. നമുക്ക് അതിന് കൂടുതൽ വേണ്ട. നമുക്കിപ്പോൾ വേണ്ടത് എന്താ? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്താണെന്ന് ഓൾറെഡി അറിയാം. മെയിനായിട്ട് ഇറ്റ്സ് മെഷറിംഗ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ സൈഡ്സിനെ ബേസ് ചെയ്ത് നമ്മൾ 6 റേഷ്യോസ് അല്ലേ പറയുന്നുണ്ട്. അതാ ഒന്ന് സൈന്, കൊസൈന്, ദെൻ ടാൻജന്റ്, then cotangent, then secant, cosecant. ഇങ്ങനെ 6 ratios, isn't it? അത് based on the sides-നെ ബേസ് ചെയ്താണ് നമ്മൾ ആ റേഷ്യോസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. എസ്പെഷ്യലി റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് എടുക്കുന്നതാണ്. റൈറ്റ് ട്രയാങ്കിൾ ഓപ്പോസിറ്റ് ടു ദാറ്റ് നമുക്കറിയാം ഹൈപ്പോട്ന്യൂസും ഓൾട്ടിറ്റ്യൂഡും ബേസിനും പകരം ആംഗിൾ ഓപ്പോസിറ്റ് ടു 90 degree, ദാറ്റ് ഇസ് വാട്ട് വി കോൾ ഹൈപ്പോട്ന്യൂസ്. അപ്പം നമ്മൾ പിന്നെ അടുത്ത മറ്റേ ഓൾട്ടിറ്റ്യൂഡും ബേസും നമ്മൾ എന്താ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ആയിട്ടൊക്കെ വിത്ത് റെസ്പെക്ട് ഒരു കറസ്പോണ്ടിങ് ആംഗിളിനെ ബേസ് ചെയ്തെടുത്താണ് നമ്മൾ ഈ റേഷ്യോസ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റേഷ്യോസ്. സോ അപ്പോൾ ട്രിഗ്നോമെട്രി സൈഡ്സിനെ വെച്ചിട്ടുള്ള 6 റേഷ്യോസ് ഓൾറെഡി അത് നിങ്ങൾക്ക് അറിയാം. സോ നെക്സ്റ്റ് കംസ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻവേഴ്സ് വേണമെങ്കിൽ ദ ഫങ്ഷൻ മസ്റ്റ് ബി 1 1 ആൻഡ് on 2. പക്ഷേ നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആർ മെനി വൺ ഫങ്ഷൻസ് സിൻസ് ദേ ആർ പീരിയോഡിക് ഫങ്ഷൻസ്, ഇസ്ന്റ് ഇറ്റ്? മെനി വൺ ഫങ്ഷൻസ് ആണ്. 1 1 on 2 എന്തെന്ന് അറിയാം. 1 1 ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. f of x1 is equal to f of x2 implies x1 is equal to x2. നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് പീരിയോഡിക് ഫങ്ഷൻസ് ആയത് കാരണം ദേ ആർ നോട്ട് 1 1, ദേ ആർ മെനി വൺ. അതേപോലെ on 2 അല്ല. ദെൻ പിന്നെ അതേ പറഞ്ഞു ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ഫങ്ഷൻസ് 1 1 on 2 ആവണം. എന്നിട്ട് ഇപ്പം പറയുന്നു ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് 1 1 on 2 അല്ല, എന്നിട്ട് ഇൻവേഴ്സും ഉണ്ട്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന് പഠിക്കുകയും ചെയ്യുന്നു. ഇതെന്തെന്നായാലും എല്ലാം ഇങ്ങനെയാണ് മാത്സിൽ, ഇസ്ന്റ് ഇറ്റ്? അപ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അതെ, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. സോ ദേ ആർ നോട്ട് മെനി വൺ, സോ ദേ ആർ നോട്ട് 1 1 and on 2 ഇൻ ദെയർ ആക്ച്വൽ ഡൊമൈൻസ്. അവയുടെ ആക്ച്വൽ ഡൊമൈൻസിൽ എന്തല്ല 1 1 on 2 അല്ല. പക്ഷേ നമുക്ക് ആ ഡൊമൈൻ ഒന്ന് മാറ്റിപ്പിടിച്ച് കുറച്ച് റെസ്ട്രിക്ഷൻസ് എല്ലാം കൊടുത്ത് വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പറയുന്ന ഡൊമൈനുകളിൽ ഫങ്ഷൻ 1 1 on 2 ആക്കാം. അങ്ങനെ ആക്കുകയാണെങ്കിൽ എന്താണ് 1 1 on 2 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും.
അങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ. സോ നമ്മുടെ ആക്ച്വൽ ഡൊമെയിനെ ഒന്ന് മാറ്റി റെസ്ട്രിക്റ്റ് ചെയ്ത് വേറെ ഡൊമെയിനിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിന് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ആദ്യം എന്തായിരുന്നു നമ്മുടെ ആക്ച്വൽ ഡൊമെയിൻ എന്ന കാര്യം നോക്കാം. ഇതാ പറയുന്നുണ്ട്, ദ ഫങ്ഷൻ സൈൻ എക്സ്. സൈൻ എക്സിന്റെ ആക്ച്വൽ ഡൊമൈൻ ഇസ് ആർ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ആൻഡ് ദ റേഞ്ച് നമുക്കറിയാം, വാല്യൂസ് ഓഫ് സൈൻ റേഞ്ചസ് ബിറ്റ്വീൻ -1 and 1, ക്ലോസ്ഡ് ഇന്റർവെൽ -1 to +1. The same way cos x domain is set of all real numbers, then range the same -1 to 1 itself, the value of cos x. Then tan x domain is r minus set of all x such that x is equal to 2n plus 1 into pi by 2 where n belongs to z, and range is r. Cot x r minus set of all x such that x is equal to n pi where n belongs to z. ഇത് ആർ മൈനസ് സെറ്റ്, ഇത് റിയൽ നമ്പേഴ്സിന് ഈ സെറ്റ് മൈനസ് ചെയ്തിട്ടാണ് ഡൊമൈൻ. ഈ സെറ്റ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കും ടാനിന്റെ കേസ് നോട്ട് ഡിഫൈൻ കേസാണ്, അതുകൊണ്ടാണ് ആർ മൈനസ്. ദ സെയിം ഹിയർ ഓൾസോ ആർ മൈനസ് ദിസ് സെറ്റ്, എന്നാൽ മാത്രമേ ഇത് എക്സിസ്റ്റ് ആവുള്ളൂ. ദാറ്റ് ഇസ് വൈ നമ്മുടെ ടാൻ എക്സും കോട്ട് എക്സും ദെൻ റേഞ്ച് ഇസ് ഈക്വൽ ടു. പിന്നെ വേറൊരു കാര്യം, ഈ ആർ മൈനസ് സെറ്റ് എന്ന് പറയാൻ കാരണം tan x is equal to sin x by cos x എന്ന റിലേഷൻ ഉണ്ട്. സൈൻ ബൈ കോസ്, ആ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല. കോസിന്റെ ഡിനോമിനേറ്റർ 0 ആവുന്ന കേസാണ് ഈ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മീൻ കോസിന്റെ വാല്യൂ 0 ആവുന്ന കേസാണ് ഇത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2n plus 1 into pi by 2 n belongs to z. അപ്പോൾ ഇത് നോട്ട് ഡിഫൈൻ ആവും. സൈൻ എക്സ് കോസ് എക്സ് 0, ഡിനോമിനേറ്റർ 0 ആയാലും നമ്മൾ നോട്ട് ഡിഫൈൻ. അതുകൊണ്ടാണ് റിയൽ നമ്പേഴ്സിന് ഈ സെറ്റ് സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഡൊമൈൻ. സോ ദെൻ ടാൻ എക്സിന്റെ റേഞ്ച് ആർ, ഇതെല്ലാം നിങ്ങൾ നേരത്തെ ലാസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ആക്ച്വൽ സൈൻ ഫംഗ്ഷന്റെയും കോസ് ഫംഗ്ഷന്റെയും ടാൻ ഫംഗ്ഷന്റെയും ഡൊമൈനും റേഞ്ചും ഒക്കെ. Actual domain and range of sec x is r minus set of all x such that x is equal to 2n plus 1 into pi by 2, n belongs to z, and range is r minus open interval -1 1, and cosec x is r minus set of all x such that x is equal to n pi, n belongs to z, and range is r minus open interval -1 1. In this domain and range, the trigonometric functions are not 1 1 and onto. അപ്പോൾ നമുക്ക് അത് 1 1 and onto ആക്കാം ബൈ റെസ്ട്രിക്റ്റിംഗ് ഇറ്റ്സ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഹൗ? അത് റെസ്ട്രിക്റ്റ് ചെയ്ത ഡൊമെയിൻ ആൻഡ് റേഞ്ച് എങ്ങനെയാ നമുക്കിപ്പോൾ പറയാം. നമ്മൾ ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി isn't it, അത് ദാറ്റ് ഫംഗ്ഷൻ എ എന്ന സെറ്റിലേക്ക് എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ 1 1 ഉം ഓൺ ടു ആണ്. സോ ഇൻവേർട്ടിബിൾ ആണ്. അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ബി ടു എ, അതായത് ആദ്യത്തെ ഫംഗ്ഷന്റെ ഡൊമെയിൻ ആയത് എന്തായി മാറും? റേഞ്ചും, റേഞ്ച് ആയത് ഡൊമെയിൻ ആയി മാറും. isn't it? അങ്ങനെയല്ലേ? എ ടു ബി, എഫിന് എ, സെറ്റ് എ ഇസ് ദ ഡൊമെയിൻ ആൻഡ് സെറ്റ് ബി ഇസ് ദ കോഡൊമെയിൻ, ആൻഡ് അതിലെ എലമെന്റ്സ് ആണ് റേഞ്ച്. അപ്പൊ തിരിച്ചു വരും. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ബി എന്നുള്ളത് എന്തായി മാറും? ഡൊമെയിൻ ആവും, ആൻഡ് എ വിൽ ബിക്കം ദ റേഞ്ച്. ആൻഡ് ദെൻ ജി ഇസ് കോൾഡ് ദ ഇൻവേഴ്സ് ആൻഡ് ഇസ് ഡിനോട്ടഡ് ആസ് എഫ് ഇൻവേഴ്സ്. ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ ഡിഫൈൻ ചെയ്ത്. അപ്പോൾ നമ്മുടെ സൈൻ ഫംഗ്ഷന്റെ ആക്ച്വൽ ഡൊമെയിൻ എന്നുള്ളത് ആക്ച്വൽ ഡൊമെയിൻ മാറി എന്താ റേഞ്ച് ബിക്കംസ് ആക്ച്വൽ ഡൊമെയിനും റേഞ്ചും അന്ന് നമ്മൾ പറഞ്ഞു റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ചായി മാറും. എന്നാൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇതാണ് ആക്ച്വലി സൈൻ ഫംഗ്ഷന്റെ ഡൊമെയിൻ ആൻഡ് റേഞ്ച് എന്ന് പറയുന്ന റിയൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഇസ് ദ ഡൊമെയിൻ ആൻഡ് ഇറ്റ്സ് റേഞ്ച് ഇസ് ക്ലോസ്ഡ് ഇന്റർവൽ -1 1. അപ്പോൾ ഇതിന് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഡൊമെയിനും റേഞ്ചും റെസ്ട്രിക്ട് ചെയ്യുന്നു എന്ന് പറയും. അതായത് ഈ റിയൽ നമ്പേഴ്സ് സൈൻ്റെ ആക്ച്വൽ റിയൽ നമ്പേഴ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -1 1 എന്ന ആക്ച്വൽ ഈ ഡൊമെയിനിലും റേഞ്ചിലും ഇറ്റ് ഇസ് എ മെനി വൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻവേഴ്സ് ആക്കാൻ വേണ്ടി നമ്മൾ ആക്ച്വൽ ഡൊമെയിനെ റെസ്ട്രിക്ട് ചെയ്യുന്നു. ഇങ്ങനെ -3 pi by 2 to -pi by 2, or closed interval -pi by 2 to pi by 2, or closed interval pi by 2 to 3 pi by 2, etc. ഇങ്ങനെ ഈ റിയൽ നമ്പേഴ്സ് അതായത് ഡൊമെയിനെ റെസ്ട്രിക്ട് ചെയ്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് റേഞ്ച്
ക്ലോസ് ഇന്റർവൽ -1 to 1 ഇങ്ങനെ ആക്കി ഫംഗ്ഷൻ മാറ്റിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഡൊമെയിനിൽ ആൻഡ് ഈ റേഞ്ചിൽ range is close interval -1 1 itself, that sine function is 1 1 and on to ആണ്. സോ നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. ഇനി എങ്ങനെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം? എങ്ങനെ നമ്മൾ എഫ് എന്ന ഫംഗ്ഷൻ ആണെങ്കിൽ വി വിൽ റൈറ്റ് ദാറ്റ് ഇൻവേഴ്സ് ആസ് എഫ് റേസ് ടു -1 എഫ് ഇൻവേഴ്സ്. ദ സെയിം വേ സൈൻ വി ക്യാൻ റൈറ്റ് ആസ് സൈൻ ഇൻവേഴ്സ് the sin all raised to -1. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്കറിയാം സാധാരണ നമ്മൾ എക്സ്പോണൻസിൽ x raised to -1 എന്ന് പറഞ്ഞാൽ which is equal to 1/x എന്ന് എഴുതും. ഇവിടെ ഇൻവേഴ്സ് ആണ്, that sin raised to -1 is not equal to 1/sin. അങ്ങനെ പലരും തെറ്റിക്കാറുണ്ട്. അതുപോലെ ഫംഗ്ഷൻ f raised to -1 that is f inverse, it is not equal to 1/f. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ സൈൻ ഇൻവേഴ്സ് ആവുമ്പോൾ നമ്മുടെ range will become the domain. So sine inverse function, this range will become the domain. Range is closed interval -1 1 to any of these any of these restricted domains. അത് എന്തായി മാറും? ഈ ഡൊമൈൻ എന്തായി മാറും? നമ്മുടെ റേഞ്ച് ആയി മാറും. ഇൻവേഴ്സ് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എഫ് ഫ്രം എ ടു ബി ആകുമ്പോൾ ഇൻവേഴ്സ് ബി ടു എ ആവും. അപ്പോൾ ഈ റേഞ്ച് എന്നുള്ളത് എന്തായി മാറും? നമ്മുടെ ഡൊമൈനും പിന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ക്ലോസ് ഇന്റർവൽ -3π/2 to -π/2 ഓർ ക്ലോസ് ഇന്റർവൽ ഇത് ഏതെങ്കിലും നമുക്ക് എന്താക്കി എടുക്കാം? റേഞ്ച് ആക്കി എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഈ റേഞ്ചിലും ഡൊമൈനിലും ദിസ് ഫംഗ്ഷൻ ഇസ് 1 1 and on to. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. The branch with the range closed interval -π/2 π/2, that branch is what we call principal value branch. The branch with the range closed interval -π/2 to π/2, that is what we call the principal value branch, and the value belongs to that principal value branch is what we call as principal value, and the value belong to that branch is called a principal value. ഏതാണ് നമ്മുടെ principal value branch? closed interval -π/2 to π/2. ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് നമ്മളെ റിയൽ നമ്പേഴ്സ് എന്ന ആ ഡൊമൈനെ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് ഇങ്ങനെ കുറേ ക്ലോസ് ഇന്റർവൽസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, അതിൽ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതിൽ ക്ലോസ് ഇന്റർവൽ -π/2 to π/2 അതിനെയാണ് വാട്ട് വി കോൾ ആസ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1 to closed interval -π/2 to π/2. This is the way we will define inverse of sine. Sine inverse from closed interval -1 to 1 to closed interval -π/2, π/2. From this what we get? Sine inverse from closed interval -1 to 1 to closed interval -π/2 to π/2. This is what we call the principal value branch. We can define sine of sine inverse x is equal to x. Sine of sine inverse x is equal to x if the value of x ranges between -1 to 1, and sine inverse of sine x, that is also equal to x. Sine of sine, important property ആണ്, sine of sine inverse x is equal to x. Sine inverse of sine x is equal to x. Also, in other words, if y is equal to sine inverse x, then sine y equal to x. If y is equal to sine inverse x, then sine y equal to x. പ്രത്യേകം ശ്രദ്ധിക്കണം, നേരത്തെ ഞാൻ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് is not equal, sine inverse x does not means it is sine x the whole raised to -1, or not equal to 1/sin x, or not equal to sin 1/x. ഇതൊന്നും അല്ല. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും സൈൻ എക്സ് the whole raised to -1 അല്ല, not equal to 1/sin x അല്ല, അല്ലെങ്കിൽ not equal to sin 1/x അല്ല. അത് കൺഫ്യൂസ് ചെയ്യിക്കാറുണ്ട്, അത് തെറ്റിക്കരുത്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെയൊന്നും എഴുതാൻ നമുക്ക് പറ്റില്ല. ഇറ്റ്സ് നോട്ട് സൈൻ മാത്രമല്ല, ഏത് ട്രിഗ്നോമെട്രിക് റേഷ്യോസും കോസ് ഇൻവേഴ്സ് എക്സും നോട്ട് ഈക്വൽ ടു കോസ് എക്സ് ദ ഹോൾ റേസ് ടു -1 വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 1/cos x. ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇങ്ങനെയല്ല. ഓക്കെ, ദിസ് ഗിവ്സ് ദ inverse trigonometric functions on their principal value branches along with their domains and ranges. ഇത് inverse trigonometric functionന്റെ principal value branch ഡൊമൈനും റേഞ്ചും ഇതാണ് തിരിച്ച് റെസ്ട്രിക്ട് ചെയ്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സൈൻ ഇൻവേഴ്സ് ക്ലോസ്ഡ് ഇന്റർവൽ -1 1 to closed interval -π/2 to π/2.
cos inverse is closed interval minus 1, 1, 2, closed interval 0, pi. അതുപോലെ cosec inverse, sec inverse, tan inverse, cot inverse. This is the way we define inverse trigonometric functions in their principal value branches. ഈ ടേബിൾ ഇൻവേഴ്സ് ഫങ്ഷൻസിൻ്റെ ഡൊമൈനും അതിൻ്റെ റേഞ്ചും എന്താണെന്നുള്ളതൊന്ന് ബൈഹാർട്ട് ചെയ്യണം. കാര്യം വെച്ചാൽ അതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാം, 1 മാർക്ക് ക്വസ്റ്റ്യന് പ്രോബ്ലംസ് വരാം. പിന്നെ നെക്സ്റ്റ് ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വേറെ രീതിയിലുണ്ടാവും. അതെങ്ങനെയാണ് നമുക്ക് ചോദിക്കാം. ഇത് ബൈഹാർട്ട് ചെയ്താലേ കുറച്ചുകൂടെ ഈസി ആവുകയുള്ളൂ. നമുക്ക് 2 ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് എക്സ് വി ക്യാൻ ടേക്ക് ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പം വൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/√2, വിച്ച് മീൻസ് സൈൻ വൈ ഈസ് ഈക്വൽ ടു 1/√2. നമുക്കറിയാം എപ്പോഴാണ് സൈനിന് 1/√2 വാല്യൂ കിട്ടുന്നത്? സൈൻ 45. സോ 1/√2 വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സൈൻ π/4. അപ്പോൾ സൈൻ വൈ ഈക്വൽ ടു സൈൻ π/4. ദാറ്റ് മീൻസ് ഈ π/4 എന്ന് പറയുന്നത് സൈനിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ചെയ്താൽ -π/2 π/2 അതിനുള്ളിൽ ബിലോങ് ചെയ്യുന്നില്ല. സോ ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2 ഇസ് π/4. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. കോട്ട് ഇൻവേഴ്സ് -1/√3. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് y is equal to cot inverse -1/√3. That is cot y is equal to -1/√3. That is equal to minus cot π/3. 1/√3 എന്ന് പറയുന്നത് cot π/3 ആണ്. Here it is -1/√3. So minus cot π/3. നമുക്കറിയാം cot pi minus theta is minus cot theta. അപ്പോൾ minus cot theta ആണ് ഈ minus cot π/3. That means cot of pi minus π/3, which is equal to cot 2π/3. അപ്പോൾ therefore the principal value of this cot inverse -1/√3 is 2π/3 since it belongs to this principal branch open interval 0, pi. സോ പ്രിൻസിപ്പൽ വാല്യൂ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ നോക്കി. ഇനി ഇഷ്ടംപോലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ ഈസി ആവുകയുള്ളൂ. എന്നാൽ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോഴേ കൺസെപ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. സോ നെക്സ്റ്റ് അഗെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. കുറേ പ്രോപ്പർട്ടീസ്, ദാറ്റ് മീൻസ് സോ മെനി ഫോർമുലാസ്. ഈ ഫോർമുലാസ്, ഈ പ്രോപ്പർട്ടീസ് ഓരോന്നും ഓരോ ഫോർമുലയാണ്. ഇത് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പ്രോബ്ലംസ് ഉണ്ടാവും. ഈ ഫോർമുല ക്ലിയർ ആയാൽ മാത്രമേ പ്രോബ്ലം ഈസി ആവുകയുള്ളൂ. സോ പ്രൂഫിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. സോ ജസ്റ്റ് ഡയറക്റ്റ് ഫോർമുലാസ് ഓരോ പ്രോപ്പർട്ടി ആയിട്ട്. ഇത് ആദ്യമേ ഞാൻ സ്പെസിഫൈ ചെയ്താണ്. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അതുപോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഓൾസോ ഈക്വൽ ടു എക്സ് ഇൻ ദീസ് വേർ എക്സ് ബിലോങ്സ് ടു പറയുന്നുണ്ട്. അതുപോലെ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് എക്സ്. കോസ് ഇൻവേഴ്സ് ഓഫ് cos x is equal to x. അതിപ്പോൾ സപ്പോസ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് തീറ്റ ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു തീറ്റ. ഇവിടെ എന്താണോ യൂസ് ചെയ്യുന്നത് അതാണ് എഴുതേണ്ടത്. ഇപ്പോൾ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് y ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 1. ദ സെയിം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ y ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു y, where y belongs to closed interval -π/2 to π/2. അപ്പോൾ ഇത് ബാക്കിയുള്ള 5 ട്രിഗ്നോമെട്രിക് റേഷ്യോസും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. Cos of cos inverse x is equal to x, tan of tan inverse x is equal to x, then cot of cot inverse x is equal to x, sec of sec inverse x is equal to x, cosec of cosec inverse x is equal to x, and this also. Next property is sin inverse 1/x, which is equal to cosec inverse x, and the value of x greater than or equal to 1 or x less than or equal to -1. And cos inverse 1/x is equal to sec inverse x, and the range value of x is given. And tan inverse 1/x is equal to cot inverse x for x greater than 0. X greater than 0 നാണ് tan inverse x cot inverse x എന്ന് പറയുന്നത്. tan inverse 1/x cot inverse x. ഇനി x less than 0 കേസിൽ which is equal to -π plus cot inverse x. ഇതിൻ്റെ ഒന്നും പ്രൂഫ് ആവശ്യമില്ല, പക്ഷേ ഇത് പ്രോപ്പർട്ടീസ് പഠിക്കണം, പ്രോബ്ലത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി sin inverse 1/x which is cos inverse x, cos inverse 1/x, sec inverse x, and tan inverse 1/x, cot inverse x for x greater than 0, and -π plus cot inverse x for x less than 0. Next property, sin inverse of -x, that is equal to minus sin inverse x. Tan inverse of -x, that is also equal to minus tan inverse x. Then cosec inverse of -x minus cosec inverse x. ഇത് മൂന്നും ഡയറക്റ്റ് ആ മൈനസ് പുറത്തെടുത്തിട്ട് എഴുതിയാൽ മതി. ബാക്കി cos inverse of -x is pi minus cos inverse x, and sec inverse of -x is
pi minus sec inverse x. Cot inverse of minus x is pi minus cot inverse x. അത് സൈൻ അതിന്റെ റെസിപ്രോക്കൽ അല്ലേ, സൈനിന്റെ റെസിപ്രോക്കൽ അല്ലേ കൊസീക്. അപ്പൊ അത് രണ്ടും സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സും കൊസീക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സും ആ മൈനസ് പുറത്തെടുത്ത് മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് കൊസീക് ഇൻവേഴ്സ് ഓഫ് എക്സ്. അതിന്റെ കൂടെ എക്സ്ട്രാ വരുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പൊ ബാക്കിയുള്ള മൂന്ന് റേഷ്യോയും മൈനസ് കോസ് സീക്ക് കോട്ട് അതിന്റെ ഇൻവേഴ്സിന്റെ മൈനസ് എക്സ് പ്രോപ്പർട്ടി എടുക്കും പൈ മൈനസ്. ഇതാണ് നെക്സ്റ്റ് പ്രോപ്പർട്ടി. ഇത് നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കാണാനല്ല യൂസ് ചെയ്യാം. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/√3 പ്രിൻസിപ്പൽ വാല്യൂ കാണാനായിരുന്നു ചോദിച്ചത്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/√3 നമുക്ക് എങ്ങനെ എഴുതാം? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് 1/√3. അപ്പോൾ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് 1/√3 ഈസ് π/3. അപ്പോൾ പൈ മൈനസ് π/3 അവിടെ നിന്ന് നമുക്ക് കിട്ടാവുന്നതാണ് 2π/3. അപ്പോൾ ഈ പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. Then tan inverse x plus cot inverse x is equal to π/2. Cosec inverse x plus sec inverse x is equal to π/2. Sin inverse x plus cos inverse x is equal to π/2. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ cos inverse x is π/2 minus sin inverse x അല്ലെങ്കിൽ sin inverse x is π/2 minus cos inverse x. അങ്ങനെയും രണ്ട് റിലേഷൻസ് ഈ ഓരോ ഇക്വേഷൻസിനും നമുക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് tan inverse x plus tan inverse y is equal to tan inverse of x plus y by 1 minus xy. അതുപോലെ tan inverse x minus tan inverse y equal to tan inverse of x minus y by 1 plus xy. ഈ പ്രോപ്പർട്ടീസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഇതെല്ലാം ഓരോ പ്രോബ്ലത്തിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, എന്നാലേ ഈസി ആവുകയുള്ളൂ. നെക്സ്റ്റ് 2 tan inverse x is equal to sin inverse 2x by 1 plus x square. 2 tan inverse x is equal to cos inverse 1 minus x square by 1 plus x square. 2 tan inverse x is equal to tan inverse 2x by 1 minus x square. 2 tan inverse തന്നെ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും ടേംസിലുള്ള പ്രോപ്പർട്ടീസ് ആണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾക്ക് പ്രൂവ് ദാറ്റ് ഷോ ദാറ്റ് എന്ന പ്രോബ്ലം നോക്കി എവിടെ ഏത് അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. നമുക്കിനി പ്രോപ്പർട്ടീസ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഓരോ പ്രോബ്ലംസ് നോക്കാം. First, show that tan inverse 1/2 plus tan inverse 2/11 is equal to tan inverse 3/4. നമുക്ക് ഇവിടെ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. tan inverse x plus tan inverse y is equal to tan inverse x plus y by 1 minus xy. Show that ആണ്. അപ്പോൾ LHS equal to RHS എന്ന് കാണിക്കാൻ വേണ്ടി. So we can take LHS and we can apply this property. Tan inverse x plus tan inverse y is equal to tan inverse x plus y by 1 minus xy. Here x is 1/2 and y is 2/11. Substituting the values, we will get it as tan inverse 15/20, which is equal to tan inverse 3/4. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി ഏത് പ്രോപ്പർട്ടി അപ്ലൈ ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ it will be very easy. അതിന് എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. So next, show that sin inverse of 2x into root 1 minus x square is equal to 2 sin inverse x. Sin inverse of 2x into root of 1 minus x square 2 sin inverse x ആണെന്ന് കാണിക്കണം. നമുക്ക് അപ്പോൾ അറിയാം ഒരു പ്രോപ്പർട്ടി പറഞ്ഞു സൈൻ ഇൻവേഴ്സ് ഓഫ് ഉള്ളിൽ സൈൻ വന്നു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് ഇസ്ന്റ് ഇറ്റ്. അപ്പൊ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇവിടെ എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് ഉള്ളിൽ സെയിം സൈൻ ടേംസിൽ എഴുതാൻ പറ്റും, എന്നാൽ നമുക്ക് എന്താ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ അതിനെ നോക്കി ഇവിടെ ഉള്ളിലുള്ള വേരിയബിൾസിനെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. എപ്പോഴും അതാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കയ്യിൽ വരുമ്പോൾ അതാണ് ചിന്തിക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് ഓഫ് ആ ബ്രാക്കറ്റിനുള്ളിലെയും ഇവിടെയുള്ള ടേമിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ അതിന് വേണ്ടി ആ സൈന് വരുത്തിക്കാൻ ഉള്ളിലുള്ള വേരിയബിൾസിന് ഏതെങ്കിലും ഒക്കെ കൊടുക്കുക എക്സ്പ്രഷൻ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കൊടുക്കാൻ പറ്റുമോ, ഇതാണ് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഞാനിവിടെ ഈ എക്സിന് സൈൻ തീറ്റ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതെന്തായി മാറി? സൈൻ ഇൻവേഴ്സ് ഓഫ് 2 sin theta into root of 1 minus sin square theta. That is root of 1 minus sin square theta is root cos square theta and root of cos square theta is cos theta. So sin inverse ഇതെന്തായി മാറി? sin inverse of 2 sin theta cos theta. Trigonometric ഫോർമുലകളെല്ലാം അറിയണം, എന്നാൽ മാത്രമേ ഇതും ഈസി ആവുകയുള്ളൂ. 2 sin theta cos theta is sin 2 theta. അപ്പോൾ sin inverse of sin 2 theta. Sin inverse of sin x which is x. Here instead of x here it is 2 theta, which is equal to 2 theta. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 2 sin inverse x. ഇനി നമ്മൾ എന്താ എടുത്തത്? x is equal to sin theta. അതിൽ നിന്ന് what we get? Theta equal to sin inverse of x. So 2 theta means
2 sin inverse x. This is the way to prove these types of question. ഓർക്കേണ്ട ഒരൊറ്റ കാര്യം, സൈൻ ഇൻവേഴ്സ് ഇവിടെ ഇപ്പോൾ കോസ് ഇൻവേഴ്സ് ആയിരുന്നെങ്കിൽ ഉള്ളിൽ കോസ് വരത്തക്ക രീതിയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. അപ്പോൾ നമുക്ക് മറ്റേ ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇതിൽ വരുന്ന പ്രോബ്ലമാണ് പ്രോബ്ലം ബേസ്ഡ് ഓൺ സിംപ്ലസ്റ്റ് ഫോം. അതായത് കോട്ട് ഇൻവേഴ്സ് 1/√x² - 1 mod x greater than 1 in the simplest form. ഇങ്ങനെ സിംപ്ലസ്റ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനായിരിക്കും അടുത്ത ടൈപ്പ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ കോട്ട് ഇൻവേഴ്സ് ഓഫ് ഉള്ളിൽ കോട്ട് വരത്തക്ക രീതിയിൽ ഇവിടുത്തെ വേരിയബിളിന് കൊടുക്കുക. x is equal to sec theta കൊടുക്കുന്നു. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√sec² theta - 1. That is sec² theta - 1 is tan square theta. So root tan square theta is tan theta. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? cot inverse of 1/tan theta. 1/tan theta is cot theta. So cot inverse of cot theta which is equal to theta and theta is equal to sec inverse x. So ഇതിന്റെ simplest form is sec inverse x. ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ആണ് അടുത്ത ഉണ്ടാവുക. റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം. ഇഷ്ടംപോലെ എക്സാമ്പിൾസും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. എല്ലാം വർക്ക്ഔട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. നെക്സ്റ്റ് വരുന്നതിൻ്റെ അകത്ത് പ്രോബ്ലം ബേസ്ഡ് ഓൺ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് എക്സ്, അതായത് സോൾവ് ഓർ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലംസ് ആണ് വരിക. അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോൾവ് tan inverse 2x plus tan inverse 3x is equal to pi/4. ഇവിടെ നമ്മൾ tan inverse x plus tan inverse y എന്ന ഫോർമുല, tan inverse x plus tan inverse y is tan inverse x plus y by 1 minus xy അതാണ് അപ്ലൈ ചെയ്ത് ഇവിടെ xന്റെ പ്ലേസിൽ 2x, yന്റെ പ്ലേസിൽ 3x. സോ tan inverse x plus y by 1 minus xy equal to pi/4. That is, ഇത് simplify we will get it as tan inverse 5x by 1 minus 6x² is equal to pi/4. But tan inverse upper which it will become tan pi/4. So 5x by 1 minus 6x² is equal to tan pi/4. Tan pi/4 is 1. But 5x by 1 minus 6x² is equal to 1. That is solve we will get a quadratic equation. 6x² plus 5x minus 1 is equal to 0. Already you know 12th standard കുട്ടികളാണ് how to solve quadratic equations അറിയാം by using splitting the middle term അല്ലെങ്കിൽ by using the formula. Formula use ചെയ്തോ splitting the middle term use ചെയ്തോ you can find the value of x quadratic equation കിട്ടി. അത് ഞാനിവിടെ splitting the middle term ആണ് യൂസ് ചെയ്ത് and by using that method I got x is equal to 1/6 and x is equal to -1. രണ്ട് വില കിട്ടുമല്ലോ since it is a quadratic equation. ഇതിൽ -1 കൊടുക്കുമ്പോൾ ഇവിടുത്തെ എക്സിന് അതായത് നമ്മുടെ ഗിവൺ ഇക്വേഷനിൽ -1 കൊടുക്കുമ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ the value of x is 1/6. This is the way. ഇതാണ്. അപ്പോൾ ഇങ്ങനെ find the principal value, പിന്നെ prove that, show that, then write the given question in the simplest form, then problems based for finding the value of x, അതായത് solve these types questions ആണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി നമുക്ക് മനസ്സിലായി, അതിൻ്റെ ഡൊമൈനും റേഞ്ചും കാര്യങ്ങളും. ദെൻ ആഫ്റ്റർ ദാറ്റ് സോ മെനി പ്രോപ്പർട്ടീസ്, അത് ഓരോ ഫോർമുലയായിട്ട് ഓരോന്നും ബൈ ഹാർട്ട് ചെയ്യുക. കൂടാതെ വി വാണ്ട് ടു നോ the trigonometric, അതായത് ഫോർമുലാസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഓൾസോ. അതുകൂടെ അറിഞ്ഞാൽ മാത്രമേ ഇതിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഈസി ആവുള്ളൂ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ചെയ്ത് നോക്കുക. വർക്ക് ചെയ്താൽ മാത്രമേ ഈസി ആവുള്ളൂ. അപ്പോൾ എത്ര പ്രാവശ്യം ചെയ്യുന്നു അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് നമുക്ക് ബൈ ഹാർട്ടായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ മാത്രമല്ല ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെയും പ്രോപ്പർട്ടീസും ബൈ ഹാർട്ടാവും. അപ്പോൾ ഈസി ആയി വരും നിങ്ങൾക്ക്. ഇത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നെക്സ്റ്റ് കാൽക്കുലസ് എന്ന നെക്സ്റ്റ് ടോപ്പിക്സിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ദിസ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. സോ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് തറ ആയാൽ മാത്രമേ കാൽക്കുലസും ഈസി ആവുകയുള്ളൂ. നോട്ട് ഓൺലി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും ഒന്ന് തറവാക്കിയാൽ മാത്രമേ നമുക്ക് കാൽക്കുലസ് ഈസി ആവുകയുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഓൾറെഡി എന്തായാലും നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ പ്രോബ്ലം എത്ര പ്രാവശ്യം ചെയ്യുന്നോ അത്രയും പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ബൈ ഹാർട്ടായി വരും ആ പ്രോപ്പർട്ടീസൊക്കെ. സോ അത് നിങ്ങളുടെ കയ്യിലാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് കിഡൂസ് ഗണിത ലോക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വരാം ഈ ഇൻവേഴ്സ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാകും, സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടാവും. സോ ക്ഷമിക്കുക. താങ്ക് യു.